ഹായ് ഫ്രണ്ട്സ്, ഓൺ ഗ്രീനറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഫ്രണ്ടിൻ്റെ ഗാർഡൻ ടൂറാട്ടോ ഇന്ന് കാണിക്കുന്നത്. ഒരുപാട് ഹൈബ്രിഡ് വെറൈറ്റി ബൊഗേൻവില്ലകൾ ഇവിടെ ഉണ്ട്. എല്ലാം നന്നായിട്ട് പൂത്തിലഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ ബൊഗേൻവില്ലകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. മെജന്ത കളറിൽ പൂക്കളുള്ള ഈ ഒരു വെറൈറ്റിൻ്റെ പേര് ടൈഗർ ബ്രൂൺ എന്നാണ്. പിന്നെ ഇതിൻ്റെ ഇലകൾക്ക് ചെറിയൊരു യെല്ലോ കളറും കൂടി വരുന്നുണ്ട്. പിന്നെ എല്ലാ പ്ലാന്റ്സിൻ്റെയും ഐഡിയ ഒന്നും ഞാൻ പറയണില്ല. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടും. അത്രയും വെറൈറ്റി ബൊഗേൻവില്ലകൾ ഇവിടെ ഉണ്ട്. അടുത്തത് ഫോക്സ് ടെയിൽ യെല്ലോ എന്നൊരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് കേട്ടോ. പീച്ച് കളറിൽ പൂക്കളുള്ള ഈ ഒരു ബൊഗേൻവില്ലിൻ്റെ പേര് കയാട്ട എന്നാണ്. ഇത് പർപ്പിൾ കളറിൽ പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ്. പേര് ജിന്നാവരാത്ത്. നമ്മളൊക്കെ കേൾക്കാത്ത എന്തെല്ലാം വെറൈറ്റി പേരുകളല്ലേ ഓരോ ബൊഗേൻവില്ലക്കുള്ളത്. പർപ്പിൾ കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന വേറെയും വെറൈറ്റി ബൊഗേൻവില്ലിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോർട്ട് വീഡിയോ ആണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അടുത്തത് പേര് പോലെ തന്നെയുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ, പിങ്ക് ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈൻ്റെ അതേ ഷേപ്പാണ് പൂക്കൾക്കും ഇലകൾക്കൊക്കെ വരുന്നത്. ഇത് പിങ്ക് കളറിൽ പൂക്കൾ ഉണ്ടാവണം നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. പേര് ലേഡി സെഹ്റ. അടുത്ത പ്ലാന്റിൻ്റെ ഐഡിയ വരുന്നത് ബ്ലാക്ക് ബ്രസ എന്നാണ്. വിടരാത്ത പൂക്കളോട് കൂടിയിട്ടുള്ള ഈ ഒരു ബൊഗേൻവില്ലിൻ്റെ പേര് ടാങ്ലോ റെഡ് എന്നാണ്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് ടാങ്ലോ റെഡ്. അടുത്തത് നല്ല ഭംഗിയുള്ളൊരു ബൊഗേൻവില്ല വെറൈറ്റിയാണ്. പേര് അടർന്ന. മഞ്ഞ, മെജന്ത, വൈറ്റ് അങ്ങനെ 3 കളറിലുള്ള പൂക്കളാണ് ഒരു പൂങ്കുലയിൽ തന്നെ ഉണ്ടാവുന്നത്. അടുത്തത് മാജിക് ഐസ്ക്രീം. 2 കളറിലുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുന്നത്, വൈറ്റും മെജന്ത കളറും. ഇത് ട്രൈ കളറാണ്. പേര് പോലെ തന്നെ 3 ഷെയ്ഡിലുള്ള പൂക്കളാണ് ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവുന്നത്. നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ട്രൈ കളർ. അടുത്തത് റെഡ് വെൽവെറ്റ്. ഇതിൽ നല്ല ഡാർക്ക് റെഡ് കളറിലാണ് പൂക്കൾ ഉണ്ടാവുന്നത്. പിന്നെ ഇതിൽ പൂക്കൾ വിരിഞ്ഞിട്ട് കുറച്ചായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് കളറൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതാണ് വീഡിയോയിൽ അത്ര തന്നെ കളർ കാണാത്തത്. വീഡിയോയിൽ കാണുന്ന മിക്കവാറും എല്ലാ വെറൈറ്റീസിൻ്റെയും തൈകളും ഇവിടെ സെയിലുണ്ട്. ഇനി നമുക്ക് മൾട്ടി ഗ്രാഫ്റ്റഡ് ബൊഗേൻവില്ലകൾ കാണാം. മൾട്ടി ഗ്രാഫ്റ്റഡ് ബൊഗേൻവില്ലകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെടിയിൽ തന്നെ ഒരുപാട് വെറൈറ്റി ബൊഗേൻവില്ലകൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ ഒരു ചെടിയിൽ തന്നെ ഒരുപാട് കളറിലുള്ള പൂക്കളുണ്ടാവും. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ നമ്മൾ ഒരുപാട് വെറൈറ്റീസൊക്കെ വാങ്ങിക്കുന്നതിന് പകരം ഈ ഒരൊറ്റ ചെടി വാങ്ങിച്ചാൽ മതി. പ്രത്യേകിച്ച് കൂടുതൽ വെറൈറ്റീസൊന്നും വെക്കാൻ സൗകര്യമില്ലാത്തവർക്ക് ഈ ഒരൊറ്റ പ്ലാന്റ് വെച്ചാൽ മതി. ഇതൊക്കെ വലുതായി കഴിഞ്ഞാൽ ഇതിലും ഭംഗിയുണ്ടാവും. പിന്നെ വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഗാർഡൻ കാണണം എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വരാം. DTDC പെറ്റ്സ് കൊറിയർ സർവീസൊക്കെ അവൈലബിൾ ആണ്. ഹോം ഡെലിവറി ഉണ്ട്. ഏറ്റവും നല്ലത് നിങ്ങളിവിടെ വീട്ടിൽ വന്നിട്ട് നേരിട്ട് ചെടികളൊക്കെ കണ്ട് വാങ്ങിക്കുന്നതാണ്. അതാകുമ്പോൾ വേറെയും ഒരുപാട് വെറൈറ്റികളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാം. നേരിട്ട് വന്ന് വാങ്ങിക്കാൻ കഴിയാത്തവർക്ക് ഏറ്റവും സേഫായിട്ടുള്ള ഒരു ഓപ്ഷനാണ് പെറ്റ്സ് കൊറിയർ സർവീസ്.
DTDC വഴിയും നമുക്ക് അയക്കാനൊക്കെ പറ്റും. പക്ഷേ പെരിസ് കൊറിയർ സർവീസിൻ്റെ അത്ര തന്നെ സേഫല്ല. DTDC വഴി അയക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മണ്ണൊക്കെ മാറ്റേണ്ടി വരും. നാടൻ വെറൈറ്റികളുടെ പോലെ അത്ര ഉറപ്പുള്ള കമ്പുകളൊന്നുമല്ല ഹൈബ്രിഡ് വെറൈറ്റികൾക്കുള്ളത്. ചിലപ്പോൾ കമ്പുകളൊക്കെ ഒടിയാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ എത്ര നന്നായിട്ട് പാക്ക് ചെയ്താലും അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, പ്ലാന്റ് നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ ആകെപ്പാടൊരു ക്ഷീണം പ്ലാന്റിനുണ്ടാവും. പിന്നെ അതിൻ്റെ ഇലകളൊക്കെ കൊഴിയും, പൂക്കൾ കൊഴിയും. പ്രത്യേകിച്ച് നേരം വൈകിട്ട് കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സ് അങ്ങനെ ഉണങ്ങി പോകാനൊന്നും സാധ്യതയില്ല. എന്നാലും ഒന്ന് റെഡി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ടൈം എടുക്കും. നമ്മളാണെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് കിട്ടണം എന്നല്ലേ വിചാരിക്കുക. അപ്പോൾ കഴിയുന്നതും എല്ലാവരും DTDC ഒഴിവാക്കിയിട്ട് പെരിസ് കൊറിയർ സർവീസ് വഴിയോ അതല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് വന്നിട്ട് വാങ്ങിക്കാനോ ശ്രമിക്കുക. ഇനിയിപ്പോൾ അതൊന്നും പറ്റാത്തവർക്ക് വേണമെങ്കിൽ DTDC വഴിയൊക്കെ വാങ്ങിക്കാം. ഈ ഒരു ഗാർഡനിൽ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ഫ്ലൈപ്പ് റെഡ്. ചോരച്ചുവപ്പ് എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ള കളറാണ്. ഈ വീഡിയോയിൽ ഇതിൻ്റെ കളർ അത്ര തന്നെ അറിയണില്ല. അപ്പോൾ ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് തന്നെ വന്നോളി. ഈ ഒരു വെറൈറ്റിൻ്റെ പേര് ബ്രസ പീച്ച് എന്നാണ്. ഇനി നമുക്ക് ഹാങ്ങിങ് ആയിട്ടുള്ള കുറച്ച് വെറൈറ്റീസ് കാണാം. ഫസ്റ്റത്തത് റൂബി റെഡ്, പിന്നെ ഫ്ലെയിം റെഡ്, പിന്നെ ഓറഞ്ച് കളറുള്ള ഫയർ ഓപ്പാല്, പിന്നെ ഉള്ളതൊക്കെ സൺറൈസ് വെറൈറ്റീസാണ്. സൺറൈസ് വയലറ്റ്, വൈറ്റ്, പർപ്പിള്. സൺറൈസ് വെറൈറ്റീസൊക്കെ ഹെവി ബ്ലൂമിങ് ആയിട്ടുള്ള വെറൈറ്റീസാണ് കേട്ടോ. പിന്നുള്ളത് ഹവായി വൈറ്റ്, ബ്രസ റെഡ്, സെക്യൂറ ബെല്ലാക്ക, ബട്ടർ കപ്പ്, പിന്നെ ഗോൾഡൻ പെട്രോ പാമ്പിന, ട്രൈ കളറ്, റൂബി റെഡ്. ട്രൈ കളറൊക്കെ ഹെവി ബ്ലൂമിങ് ആയിട്ടുള്ള വെറൈറ്റീസാണ്. ഒരുപാട് തൈകളും ഇവിടെ സെയിലിനുണ്ട്. ഇത് ബ്രസ പീച്ച്, പിന്നെ വെരിഗേറ്റഡ് ലീഫോട് കൂടിയിട്ടുള്ള വെറൈറ്റീസാണ്. ഐഡിയ ഒന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഫയർ ഓപ്പായിൽ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വെക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നിലത്തും വെക്കട്ടെ. എങ്ങനെ വെച്ചാലും നല്ല ഭംഗിയാണ്. ഈ ഗാർഡൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ രണ്ടത്താണി വാര്യത്താണ്. നിങ്ങളിങ്ങോട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണിക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തിട്ട് വന്നാൽ മതി. ഇത് ഗോൾഡൻ സൺഷൈൻ എന്നൊരു വെറൈറ്റിയാണ്. പിന്നെ ബൊഗെയിൻവില്ലയിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനും ഉണ്ടായ പൂക്കൾ ഒരുപാട് നിൽക്കാനും കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമതായിട്ട് നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ നമ്മൾ ഈ ചെടികളൊക്കെ വെക്കണം. വെയിലില്ലാത്ത സ്ഥലത്താണ് നിങ്ങൾ ഈ ചെടികളൊക്കെ വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ പൂക്കളൊക്കെ കുറവായിരിക്കും. പിന്നെ നമ്മൾ മഴയൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ കമ്പുകളൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. കളകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് കളഞ്ഞിട്ട് മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കിയിട്ട് ജൈവവളങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ രാസവളങ്ങളോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കുക. വളങ്ങളായിട്ട് നമുക്ക് എല്ലുപൊടി, ചാണകപ്പൊടി, ഫാക്ടംഫോസ്, DAP, NPK തുടങ്ങിയൊക്കെ യൂസ് ചെയ്യുക. രാസവളങ്ങളാണ് നിങ്ങൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ വളം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ചോട്ടിൽ നന്നായിട്ട് നനച്ച് കൊടുക്കണം കേട്ടോ. എന്നാൽ പൂക്കൾ ഉണ്ടാവുന്ന ടൈമിൽ, പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ രാസവളങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൂക്കളൊക്കെ പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോവും, അതിൻ്റെ കളറൊക്കെ ഫേഡാവും. പൂക്കളൊക്കെ ഉണ്ടായി അതിൻ്റെ കളറൊക്കെ മങ്ങുമ്പോൾ നമുക്കൊന്ന് സോഫ്റ്റ് പ്രൂൺ ചെയ്ത് കൊടുത്തതിന് ശേഷം വളങ്ങളൊക്കെ ചോട്ടിലിട്ട് കൊടുക്കുക. പൂക്കൾ നന്നായിട്ട് വാടി കൊഴിയാനൊന്നും കാത്തു നിൽക്കരുത്, അതിന് മുന്നേ തന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിറയെ പൂക്കളുണ്ടാവും. ഓരോ പ്രാവശ്യവും നമുക്ക് വളങ്ങളൊക്കെ മാറ്റി മാറ്റി യൂസ് ചെയ്യുക. ഒരു പ്രാവശ്യം DAP ആണ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം NPK പോലുള്ളത് കൊടുക്കുക. പിന്നെ അതിൻ്റെ അടുത്ത പ്രാവശ്യം ഫാക്ടംഫോസ് ഇട്ട് കൊടുക്കുക. 15 ദിവസമൊക്കെ കൂടുമ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നനച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പൂക്കളിലും ഇലകളിലൊന്നും വെള്ളം വീണ രീതിയിൽ നനയ്ക്കരുത്, അതിൻ്റെ ചോട്ടിൽ മാത്രം നനച്ച് കൊടുക്കുക. എൻ്റെ ഫ്രണ്ടിൻ്റെ ഗാർഡനാണ് ഇതെന്ന് ഞാൻ പറഞ്ഞല്ലോ, അവളുടെ പേര് റൈഹാനത്ത് എന്നാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടിട്ടാണ് കേട്ടോ ഈ ഗാർഡനിൽ ഇത്രയും പൂക്കളുണ്ടായി നിൽക്കുന്നത്. പിന്നെ ഈ ടിപ്സൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് റൈഹാനത്താണ്.
അപ്പോൾ ബൊഗെയിൻവില്ലയിൽ നിറയെ പൂക്കളൊന്നും ഇല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇതൊക്കെ കേട്ടോ ഇവിടെ സെയിലിനുള്ള പ്ലാന്റ്സുകൾ. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, പല സൈസിലുള്ള പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ സെയിൽ വീഡിയോ ചെയ്യുന്ന ടൈമിൽ എല്ലാവരും ചോദിക്കാറുണ്ട്, നിങ്ങളെന്താ വീഡിയോയിൽ പ്രൈസ് ഒന്നും പറയാത്തതെന്ന്. നിങ്ങൾ കണ്ടില്ലേ 1000-ഓളം പ്ലാന്റ്സ് ഇവിടെ സെയിലിനുണ്ട്. ഇതിൽ ഓരോന്നിൻ്റെയും പ്രൈസും ഡീറ്റെയിൽസൊക്കെ പറയാമെന്ന് പറയുമ്പോൾ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടും. ഓരോ വെറൈറ്റിൻ്റെയും പ്രൈസും ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ റെയ്ഹാനത്തിൻ്റെ നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അവിടെ നിങ്ങൾക്കതിൻ്റെ കാറ്റലോഗൊക്കെ അയച്ചു തരും. നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. പൂക്കൾ വിരിഞ്ഞതുണ്ട്, വിരിയാത്തതുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റ്സുകളൊക്കെ ഉണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, നേരിട്ടൊന്ന് വാങ്ങിക്കാൻ പറ്റുന്നവരൊക്കെ അങ്ങനെ തന്നെ ഒന്ന് വാങ്ങിക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. ഈ ഗാർഡനൊക്കെ കാണാം, പല വെറൈറ്റീസിലുള്ള ബൊഗെയിൻവില്ലകൾ കാണാം. നമ്മളൊരു നഴ്സറിയിലൊക്കെ പോവുകയാണെങ്കിലൊന്നും ഇത്രയും കൂടുതൽ വെറൈറ്റീസൊന്നും കാണാൻ പറ്റില്ല. ഞാൻ മുന്നേയും ഇവിടെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ ഒരുപാട് പേര് വന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പിന്നെയും വന്ന് വാങ്ങിക്കുന്നുണ്ട്. ഇവിടെ വന്ന് ഇതൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും. ഒരിക്കലും അതൊരു നഷ്ടമായിട്ട് തോന്നില്ല. ദൂരമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെറ്റ്സ് കൊറിയർ സർവീസ് വഴി വാങ്ങിക്കുക. അതിനും കഴിയാത്തവർ മാത്രം DTDC വഴി വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ ഈ ഗാർഡൻ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.